മാറ്റി വെക്കണം. കാരണം എന്നാലേ നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ഫ്രഷ് ഫീല് നമുക്ക് ആ കറിക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടി തോന്നിയിട്ട് ഞാൻ അതിൽ കുറച്ചും കൂടി രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല കറക്റ്റ് പാകത്തിന് വരും. ഇപ്പോൾ നമ്മളെ സൂപ്പർ മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മട്ടൻ്റെ തലയൊക്കെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ വരണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉച്ച സമയത്ത് സാധാരണ ചോറിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയത്. പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ആ ചോറിന് കൂട്ടി കഴിക്കാനും. നെയ്ച്ചോറിനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. തേങ്ങാപ്പാൽ മുക്കിയ പത്തിൽ നെയ്ച്ചോറ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.